ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് മലപ്പുറം ജില്ലയിലെ നിളാനദിയുടെ തീരത്തുള്ള തിരുനാവായ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ക്രിസ്തുവർഷം 1560 ആണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വേദ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു അച്യുത പിഷാരടി. ഇദ്ദേഹത്തിന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് അച്യുത പിഷാരടി ഓതിക്കൊടുത്ത വേദങ്ങളിൽ എന്തോ പിഴവുണ്ടായിപ്പോയി. അതിൻ്റെ പേരിലാണ് അച്യുത പിഷാരടിക്ക് ഒരു അസുഖമുണ്ടായത്. വാദസംബന്ധവുമായൊക്കെ ആയിട്ടുള്ള വലിയൊരു അസുഖം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് ഗുരുവിൻ്റെ ഈ വേദന കണ്ട് സഹിക്കാൻ കഴിയാതെ അദ്ദേഹമാണ് പറയുന്നത്, ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പണ്ടേ ഭഗവാന്റെ ഭഗവാന്റെ ഒരു വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഈ അച്യുത പിഷാരടിയുടെ പാപങ്ങൾ, ഗുരുവിൻ്റെ പാപങ്ങൾ എനിക്ക് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കൂ ഭഗവാനെ എന്ന്. ഭഗവാൻ അത് കേട്ടതുപോലെ അദ്ദേഹത്തിന് മാറ്റിക്കൊടുക്കുകയാണ്. ഈ അച്യുത പിഷാരടിയുടെ അസുഖം മേൽപ്പത്തൂരിന് മാറ്റിക്കൊടുക്കുകയാണ്. അന്ന് മേൽപ്പത്തൂരിന് ചെറിയ പ്രായമാണ്, 10-25 വയസ്സ് വരെ 25 വയസ്സേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ അച്യുത പിഷാരടിയുടെ അസുഖം മാറുന്നു. മേൽപ്പത്തൂർ വാതരോഗം മൂലം ഒരു വേദന സഹിക്കാൻ വയ്യാതെ കിടപ്പ് തന്നെയാണ്. അങ്ങനെ ഗുരുവായൂരിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ഗുരുവായൂരമ്പലത്തിലേക്ക് അവിടെ വെച്ച് തുഞ്ചത്തെഴുത്തച്ഛനെ കാണുന്നു. അദ്ദേഹം പറയുന്നു, അദ്ദേഹം മേൽപ്പത്തൂരിനോട് പറയുന്നത് ഇതാണ്, മീൻ തൊട്ടുകൂട്ടു എന്നാണ് പറയുന്നത്. മീൻ തൊട്ടുകൂട്ടു എന്ന് പറയുന്നത് അത് മേൽപ്പത്തൂരിന് മനസ്സിലാകുന്നുണ്ട്. മീൻ തൊട്ടുകൂട്ടു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മത്സ്യാവതാരം മുതൽ അങ്ങോട്ടുള്ള എല്ലാ അവതാരങ്ങളെക്കുറിച്ചും രചിക്കൂ എന്നാണ് പറയുന്നത്. അതിൻ പ്രകാരമാണ് ഭഗവാന്റെ ഭഗവാന്റെ ആ അവതാരങ്ങളെക്കുറിച്ചൊക്കെ മേൽപ്പത്തൂർ രചിക്കുന്നത്. ഭഗവാന്റെ മുന്നിലിരുന്ന് അവിടെ ബലിക്കലിന് പുറകിലിരുന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒക്കെ വെള്ളവും ചലവും അങ്ങനെ മൂത്രമൊക്കെ വിസർജ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനാൽ ബലിക്കലിന് പുറത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അദ്ദേഹം ആ വെയിലത്തൊക്കെ ഇരുന്നാണ് അത് നാരായണീയം രചിക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചാണ് നാരായണീയത്തിൽ പറയുന്നത്. 100 ദശകങ്ങളാണുള്ളത്. ഓരോ ദശകത്തിലും 10 ശ്ലോകങ്ങൾ വീതമുണ്ട്. അദ്ദേഹം ആ ശ്ലോകങ്ങളൊക്കെ എഴുതി എല്ലാ 100 ദിവസം കൊണ്ട് അത് എഴുതി സമർപ്പിച്ചതിന് ശേഷം ധന്വന്തരി മൂർത്തിയായിട്ടാണ് മേൽപ്പത്തൂരിന് മുന്നിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു. അതിനുശേഷം 87 വയസ്സ് വരെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ജീവിച്ചിരുന്നു. അപ്പോൾ ആ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്തത് ഭഗവാനാണ്. ഈ നാരായണീയം എന്ന ആ അവതാര കഥകൾ അത് ചൊല്ലുമ്പോൾ ഭഗവാനോട് ഓരോ ശ്ലോകങ്ങൾ എഴുതിയതിന് ശേഷം മേൽപ്പത്തൂർ ചോദിക്കുമായിരുന്നത്രേ, ഭഗവാനെ ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് അതെ അതെ എന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് എഴുതിയെന്നാണ് പറയുന്നത്. നരസിംഹമൂർത്തിയുടെ നരസിംഹമൂർത്തിയെ പറ്റി രചിച്ചപ്പോഴത്തേക്ക് ശ്രീകോവിലിരുന്ന് നരസിംഹം മുരളുന്നത് പോലെ മുരണ്ടു, ഇത് തന്നെയല്ലേ എന്ന്. അങ്ങനെ ഭഗവാൻ നരസിംഹത്തെ പോലെ മുരണ്ട് കേൾപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മേൽപ്പത്തൂരും ഭഗവാനും തമ്മിൽ ഭയങ്കരമായൊരു സംവാദം നടക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നതാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണ്. പിന്നീട് മേൽപ്പത്തൂരിൻ്റെ അതുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ അസുഖങ്ങളെല്ലാം അതോടുകൂടി മാറുന്നു. നാരായണീയം നമ്മുടെ എല്ലാ ദുരിതങ്ങളും രോഗങ്ങളും എല്ലാത്തിൽ നിന്നും നമുക്ക് മുക്തി തരുന്ന ഒന്നാണ്. എല്ലാവരും നാരായണീയം ചൊല്ലുകയും ചൊല്ലാൻ അറിയാത്തവർ കേൾക്കുകയോ ഒക്കെ ചെയ്യുക. എല്ലാവരും അതിൻ്റെ കഥയൊക്കെ മനസ്സിലാക്കി ഇരുന്നാൽ തന്നെ നമുക്ക് രോഗങ്ങൾ വരില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും നാരായണീയം വായിക്കണം. ഭഗവാൻ അത് ഇഷ്ടവുമാണ്. ഭഗവാന്റെ നാരായണീയം വായിച്ച് കേൾപ്പിച്ചാൽ നമ്മുടെ സകല ദുരിതങ്ങളും മാറും. എല്ലാവരും നാരായണീയം വായിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.